വെൽക്കം ടു ബിറ്റ്സ് ഓഫ് മീ യൂട്യൂബ് ചാനൽ. ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടിയിട്ടുള്ള ബേബി എഡിഷൻ ആണ് കാണിക്കുന്നത്. ഇതിൽ 2 ബാഗാണ് ഞാൻ ബേബിക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കവറിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ജബ്ലാസ് ആണ്, ഒരു 10 എണ്ണത്തിൻ്റെ സെറ്റ്. ഇതിൽ തന്നെ 3 ടൈപ്പ് ഓഫ് ജബ്ലാസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ബനിയൻ മെറ്റീരിയലിൽ വരുന്നതാണ്. അതായത് പ്രിൻറ്റിൽ വരുന്ന 2 ടൈപ്പ്, 2 ഡിഫറെൻറ്റ് തുണിയിൽ വരുന്നതാണ്. പിന്നെ കെട്ടുടുപ്പ്, അങ്ങനെ ഒരു 10 എണ്ണം. നെക്സ്റ്റ് ബേബിയുടെ വാഷ് ക്ലോത്ത്സ് ആണ്. അതൊരു 3 എണ്ണം മാത്രമേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുള്ളൂ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നെക്സ്റ്റ് വരുന്നത് 98% പ്യുവർ വാട്ടർ വൈപ്സ് ആണ്. ഞാനിവിടെ ലിറ്റിൽസ് ബ്രാൻഡിൻ്റെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെനിക്ക് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഒരു കോംബോ ഓഫറിന് ലഭിച്ചതാണ്. നെക്സ്റ്റ് ഞാൻ ഹഗ്ഗീസിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡയപ്പേഴ്സ്, ഒരു 12 സെറ്റ് ഓഫ് ഡയപ്പേഴ്സാണ് എടുക്കുന്നത്. ഇതൊരു ടേപ്പ് സ്റ്റൈൽ ഡയപ്പറാണ്. ഞാൻ വലിയ പാക്ക് വാങ്ങിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കുറച്ചെടുത്തു എന്ന് മാത്രം. നെക്സ്റ്റ് വരുന്നത് ഡ്രൈ ഷീറ്റാണ്. ഇതിൽ 2 ടൈപ്പ് ഓഫ് ഡ്രൈ ഷീറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് സ്മോൾ സൈസിലെ ക്യൂബ് ഡ്രൈ ഷീറ്റ്, പിങ്ക് കളറ്. മറ്റേത് ബേബി ഡയപ്പർ ചേഞ്ചിങ് മാറ്റാണ്. പിന്നെ വരുന്നതാണ് മിറ്റൻസ്, ബൂട്ടീസ് ആൻഡ് ക്യാപ്പ് സെറ്റ്. ഇതിൽ 3-4 സെറ്റ് ഓഫ് മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്പ്. അധികം ക്യാപ്പ് ഞാൻ വാങ്ങാൻ നിന്നില്ല, നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വരുന്നത് സ്വാഡൽ ക്ലോത്ത്സ് ആണ്, മസ്ലിൻ ക്ലോത്തിൽ. ഇതൊരു 4 സെറ്റായിട്ട് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ 3 എണ്ണം മാത്രമേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുള്ളൂ. ഇതിടാനും ഒരു മസ്ലിൻ്റെ കവറുണ്ട്. ഇനി 2 ടർക്കീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ബേബീനെ വാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഫ്ലീസ് മെറ്റീരിയലിലുള്ള ബേബി ബ്ലാങ്കറ്റാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് ഞാനൊരു ബ്ലാങ്കറ്റും കൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. നെക്സ്റ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ക്ലോത്ത്സും പിന്നെ ബേബീൻ്റെ ടവലുമാണ്, ബാത്ത് ടവലുമാണ്. അതായത് ഒരു 120 സെൻറ്റിമീറ്റർ ബൈ 120 കുറേ പഴയ മുണ്ടും ഒക്കെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ ബേബിയുടെ നെയിൽ കട്ടറും പിന്നെ ബേബി റാഷ് ക്രീം ഹിമാലയുടെ. ഇത് ഉപയോഗിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ സ്റ്റിൽ എടുത്തു വെച്ചൊന്ന് മാത്രം. അടുത്തതാണ് പാലഡെ ബേബി ഫീഡർ. പാലഡെ ബേബി ഫീഡർ സ്റ്റീലിലും അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റീലിൻ്റെ എൻഡ് ഭയങ്കര ഷാർപ്പാണ്, അത് ബേബിക്ക് ഇഞ്ചുറി ഉണ്ടാക്കുമെന്ന് കേട്ടതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് സിലിക്കൺ മെറ്റീരിയലിൻ്റെ പാലഡെ ബേബി ഫീഡർ വാങ്ങിച്ചു വെച്ചേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ബാഗിലുള്ളതാണ് അടുത്ത കാണിക്കാൻ പോകുന്നത്. ഇതിൽ റിസീവിങ് ബേബി ക്യാരി നെസ്റ്റും പിന്നെ ലേബർ റൂമിലേക്ക് ബേബിക്ക് വേണ്ടി കൊടുക്കാവുന്ന സാധനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഒരു ജബ്ല, ഒരു ബട്ടൺ ടൈപ്പ് ജബ്ലയും ഒരു ടേപ്പ് സ്റ്റൈൽ ഒരു ഹഗ്ഗീസിൻ്റെ ഡയപ്പറും പിന്നെ ഒരു റിസീവിങ് ടവലുമാണ് ഞാൻ ആദ്യത്തെ സെറ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നല്ല ബനിയൻ ക്ലോത്തിലുള്ള റിസീവിങ് ടവലാണ്. അതുപോലെ നെക്സ്റ്റ് ആ ഒരു ബാഗിലുണ്ടായിരുന്നത് ബേബി ക്യാരി നെസ്റ്റാണ്. ഇത് ഹോസ് ആൻഡ് കിൻഡർ ബ്രാൻഡിൻ്റെ മസ്ലിൻ ക്യാരി നെസ്റ്റാണ്. ഇത് ബേബി ക്യാരി ചെയ്യാനും ബേബിക്ക് സ്ലീപ്പ് ചെയ്യാനും ഉറങ്ങാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത്ര മാത്രമാണ് ബേബി എഡിഷൻ.